നോമ്പിൻ്റെ ഈ പുതിയ ദിവസത്തിലെ വിചിന്തനത്തിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമായിട്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കണ്ണുകളുടെ വിശുദ്ധിയെക്കുറിച്ചാണ്. ഇത് ഞാൻ പറയാൻ കാരണം, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ആൺകുട്ടി എൻ്റെ അടുക്കൽ സംസാരിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അവൻ ആദ്യമേ പറഞ്ഞൊരു കാര്യം ഇതാണ്: ചേട്ടാ, ഞാൻ ചീത്തയാണ്. അപ്പം ഞാൻ അവനോട് സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു ദുശീലമുണ്ടായിരുന്നു. ഈ ഒരു മൊബൈൽ ഫോൺ വഴി അവൻ കുറേ വൃത്തികെട്ട കുറേ കാര്യങ്ങൾ അവൻ കാണുക അവൻ്റെ ജീവിതത്തിലെ പതിവായിരുന്നു. പക്ഷേ അവൻ പറയുകയാണ്, ചേട്ടാ, ഇതൊന്നുമല്ല ഞാൻ ചീത്തയാണെന്ന് പറയാൻ കാരണം. എന്നിട്ട് അവൻ പറയുകയാണ്, ഇന്ന് എൻ്റെ സ്വന്തം ചേച്ചിയെപ്പോലും എനിക്കൊന്ന് മാന്യമായ രീതിയിൽ ഒന്ന് നോക്കാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ വചനം കേൾക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22 23 വചനങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നത്: കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദേവാലയമാണ്. അപ്പോൾ ഈ ദേവാലയത്തെ, നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെ പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ കണ്ണുകളാണ്. ഈ ദേവാലയം പ്രകാശിക്കണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ വിശുദ്ധിയുള്ളതായിരിക്കണം. നമ്മുടെ കണ്ണുകൾ വിശുദ്ധിയുള്ളതല്ല എങ്കിൽ ഞാനെന്ന് പറയുന്ന ദേവാലയം ഇരുട്ടിലായി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ചെറുക്കൻ പറഞ്ഞത്, ചേട്ടാ, ഞാൻ ചീത്തയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പരിശോധിക്കാം, നമ്മുടെ കണ്ണുകൾ വിശുദ്ധിയുള്ളതാണോ? നമ്മുടെ കണ്ണുകൾക്ക് എല്ലാവരെയും നന്മയോടെ, സ്നേഹത്തോടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? സ്വാതന്ത്ര്യത്തോടെ മറ്റുള്ളവരെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്ന് ഒരുപാട് പേരുടെ പ്രശ്നം ഇതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു നോമ്പ് കാലത്ത് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കണ്ണുകളിലൂടെ ഏതെങ്കിലും തരത്തിൽ അശുദ്ധി കടന്നു വരുന്നുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ കിട്ടുന്ന അവസരങ്ങൾ തിരുത്തുക തന്നെ ചെയ്യുക. ഇല്ല എങ്കിൽ പിന്നീട് തിരുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോവുകയും നമ്മുടെ ജീവിതം നശിക്കുകയും ചെയ്യുന്നത് പിന്നീട് നമ്മൾ കാണേണ്ടി വരും. കാരണം ഇന്ന് ലോകത്ത് ഒരുപാട് മ്ലേച്ഛമായ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ നമ്മൾ എല്ലാവരെയും സങ്കടപ്പെടുന്ന ചില വാർത്തകൾ ചില ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങൾ വരാറുണ്ട്. അതിൽ ചിലപ്പോൾ കാണുന്നത് ഇങ്ങനെയായിരിക്കാം: 5 വയസ്സുള്ള അല്ലെങ്കിൽ 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 65 വയസ്സുള്ള ഒരു കിളവൻ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ അത്രയും മുതിർന്ന ഒരാൾ പീഡിപ്പിച്ചു, ദുരുപയോഗം ചെയ്തു. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ഇത്രയും പ്രായം ചെന്ന ഒരാൾക്ക് മോശമായ വികാരങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ ആളുടെ കണ്ണുകൾ നല്ലത് കണ്ടല്ല വളർന്നു വന്നത്. ആ ആളുകളുടെ കണ്ണുകൾ ചെറുപ്പം മുതൽ അല്ലെങ്കിൽ ഓർമ്മ വെച്ച നാൾ മുതൽ മോശമായ കാര്യങ്ങൾ കാണുന്നു. പ്രിയമുള്ളവരെ, ഓർക്കുക, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് എന്നും കുറ്റമറ്റതായിരിക്കണം. അതുകൊണ്ട് ഈ നോമ്പിൽ നമുക്കൊരു തീരുമാനമെടുക്കാം: എൻ്റെ കണ്ണുകൾ ഞാൻ നന്മ സ്വീകരിക്കും. എൻ്റെ കണ്ണുകൾ ഞാൻ നല്ലത് കാണാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കും. മോശമായത് ഞാൻ പാടെ ഉപേക്ഷിക്കും. ഒരു ഓപ്പോസിറ്റ് സെക്സിനെ കാണുമ്പോൾ മാന്യമായ രീതിയിൽ ആ വ്യക്തിയെ ഞാൻ നോക്കും, ഞാൻ കാണും. അങ്ങനെ തീരുമാനമെടുക്കാം. ഏതെങ്കിലും തരത്തിൽ കണ്ണുകളുടെ വിശുദ്ധി നഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഓടി നമുക്ക് കുമ്പസാരക്കൂടിലേക്ക് എത്താം. തീർച്ചയായിട്ടും അവിടെ നമ്മുടെ അനുതാപത്തോടെ കടന്നു ചെല്ലുന്ന നമ്മെ കാത്തിരിക്കുന്ന ദൈവമുണ്ട്. അനുതപിച്ച് വിശുദ്ധി പ്രാപിക്കുക. ജോബ് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്, പിന്നെ എങ്ങനെ ഒരു കന്യകയെ ഞാൻ മോശമായി നോക്കും? ഓർക്കുക, കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. അതൊരിക്കലും കെടുത്തിക്കളയരുത്, അതൊരിക്കലും ഇരുട്ടിലായി പോകരുത്. നമുക്ക് ശ്രദ്ധിക്കാം. ഗോഡ് ബ്ലെസ് യു. മനസ്താപ പ്രകരണം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സിപ്പിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു.
അങ്ങയുടെ പ്രസാദകര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ഞാൻ ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ.